എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വെജ് കുറുമയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്ന അടിപൊളി നല്ല സൂപ്പർ കുറുകിയ ഒരു വെജ് കുറുമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടെ തന്നെ നമ്മളൊരു ഒരു മീഡിയം സൈസ് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് റെക്കോർഡായില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടത്, അതാണ് കേട്ടോ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വെജിറ്റബിളായിട്ട് ഇതിലേക്ക് ക്യാരറ്റും ഒരു ചെറിയ പൊട്ടറ്റോ പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എണ്ണയിൽ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊരു 5-10 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തീരെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാഷ്നട്ട് ഒരു 10-15 കാഷ്നട്ട് പാലിൽ കുതിർത്ത് വെച്ചിട്ട് അതും കൂടി അരച്ച പേസ്റ്റാണ് കേട്ടോ, അതുകൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തത് റെക്കോർഡായില്ല കേട്ടോ, അരച്ചെടുക്കുന്നതും കുതിർത്ത് വെക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ പറ്റാതിരുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാലാണ് കേട്ടോ ഇത്. അത് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ടൊന്ന് പതുക്കെ തള വരുമ്പോൾ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതിരിക്കും തോറും കുറുകി വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി. ഒരു തള വന്നപ്പോഴും ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മസാല പൗഡറും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടിപൊളി കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.